വെരി ഗുഡ് മോർണിംഗ് ആസ്പിരൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എഡ്യൂപ്ലസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്നൊരു ഭാഗത്ത് നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫെഡറലിസം അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഫ്രീക്വൻ്റായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കൂടി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിലും ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയിട്ടുള്ള, വളരെ പോസിബിലിറ്റി കൂടിയിട്ടുള്ളൊരു ഭാഗമാണ് ഇത് ഈ പറയുന്ന ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുക. അതുപോലെ തന്നെ വ്യക്തമായൊരു ക്ലാരിറ്റി ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ഇന്ത്യൻ ഫെഡറലിസം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫെഡറലിസം, പല തരത്തിലുള്ള ഫെഡറലിസം ഉണ്ട്. ഓക്കെ, ഇന്ത്യ ഏത് തരത്തിൽപ്പെട്ട ഫെഡറൽ സ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഭരണഘടനയിൽ അത് എങ്ങനെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അതിനു മുമ്പായിട്ട് നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കഥ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ദ്വീപിലേക്ക്, ഓക്കെ, അദ്ദേഹം ആക്രമണത്തിന് വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവാഷന് വേണ്ടി പോവുകയാണ്. ഓക്കെ, ചെറിയൊരു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപ് പിടിച്ചടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ദ്വീപിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം ദ്വീപിൽ ചെന്ന് ഇറങ്ങിയ സമയത്തേക്ക് അവർ വരുന്നത് ബോട്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളിലാണ് വരുന്നത്. നെപ്പോളിയനും അദ്ദേഹത്തിൻ്റെ സോൾജിയേഴ്സും ആ ദ്വീപിലേക്ക് എത്തിയത്. ആ ദ്വീപിലെത്തിച്ചേർന്നതിന് ശേഷം നെപ്പോളിയൻ ഉത്തരവിടുകയാണ്, നമ്മൾ വന്നിട്ടുള്ള എല്ലാ ബോട്ടുകളും തീ വെച്ച് കളയണം, അതായത് നശിപ്പിച്ച് കളയണം എന്ന് ഉത്തരവിടുകയാണ്. അപ്പോൾ സോൾജിയേഴ്സ് ആമ്പരന്നു. അവർ ചോദിച്ചു, അതെന്താ, അപ്പോൾ നമ്മളെങ്ങനെ തിരിച്ചു പോകും എന്ന് ചോദിച്ചു. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, നമ്മൾ ഈ ദ്വീപിൽ വന്നിട്ട് ഇവിടുത്തെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോപ്പിച്ചിട്ട് ഈ ദ്വീപിൽ നിന്നും ബോട്ടുണ്ടാക്കി മാത്രമേ നമ്മൾ തിരിച്ചു പോകൂ. എന്താ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കും. ഓക്കെ, ദെൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഓക്കെ, അതിവിടെ കിട്ടുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ നമ്പർ 1 പൊസിഷനുമാണ്. ഓക്കെ, കേരളത്തിലെ സർവീസുകളിലെ നമ്പർ 1 പൊസിഷനാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അല്ലെങ്കിൽ IAS കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സർവീസാണ് കേരളത്തിൽ. ഏത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നേടിയെടുക്കാനുള്ള നമ്മുടെ പ്രയത്നം അത് കുറച്ച് മാത്രം മതി എന്നുള്ളതാണ് ഈ എക്സാമിനെ മറ്റ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അതായത് കേരള PSCയെക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് നേടിയെടുക്കാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മുടെ പല ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. നെപ്പോളിയൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ ഈ ദ്വീപിൽ നിന്നും യുദ്ധം ചെയ്ത് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഈ ദ്വീപിൽ കിടന്ന് മരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഫോക്കസ് എപ്പോഴും എവിടേക്കായിരിക്കണം? ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ, കിട്ടുവാന്നെ നോക്കുകയാണെന്നുള്ള, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, ഒരു കൈ നോക്കിക്കളയാം എന്നുള്ള രീതിയിൽ ഏത് എക്സാമിന് പഠിച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളത് നേടുക തന്നെ വേണം, നേടിയേ പറ്റൂ. നേടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അതോ ഗതിയാകും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഈ എക്സാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യൻ ഫെഡറലിസം? ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് ഫെഡറലിസം എന്താണല്ലേ. ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഫെഡറലിസം എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോകത്ത് നോക്കുന്ന സമയത്ത് പല ടൈപ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, ചില ഗവൺമെൻറ്റുകൾ എന്തായിരിക്കും, പല തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോ രാജ്യത്ത് ഭരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണകൂടം അല്ലേ, അതിൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വഭാവം എന്താണ് നമ്മൾ പെട്ടെന്ന് പറയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് എന്നൊക്കെ നമ്മൾ പറയും.
പല രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ അമേരിക്കയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ചൈനയിലെ ഗവൺമെൻറ് അതൊരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് വെച്ചാൽ കുറേ കൂടെ ഡിക്റ്റേറ്റർഷിപ്പുള്ള അല്ലെങ്കിൽ കുറേ കൂടെ ഏകാധിപത്യ സ്വഭാവമുള്ളൊരു ഗവൺമെൻറ്റാണ് ചൈനയിലുള്ളത്. ഇന്ത്യയിൽ നേരെ വിപരീതമായിട്ട് ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഗവൺമെൻറ്റാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന രീതിയും അതിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ അനുസരിച്ച് ലോകത്തിലെ പല ഗവൺമെൻറ്റുകളെ, ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകളെ പല രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട് ചില രാജ്യത്ത് ഡിക്റ്റേറ്റർഷിപ്പുള്ള ഗവൺമെൻറ് ഉണ്ട്, ഓട്ടോക്രസി ഉണ്ട് അല്ലെ, ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട്, ചിലയിടത്ത് തിയോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട്. എന്താ തിയോക്രാറ്റിക് എന്ന് വെച്ചാൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പല ടൈപ്സ് ഓഫ് ഗവൺമെൻറ് എവിടെയുണ്ട്? ഈ പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, 2 തരത്തിലുള്ള ഗവൺമെൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. 2 ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഇവിടെ നമ്മൾ നിശ്ചയിക്കാൻ പോകുന്നത്? നിങ്ങൾ നോക്കിക്കുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നേച്ചർ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ നാഷണൽ ഗവൺമെൻറ് ആൻഡ് റീജിയണൽ ഗവൺമെൻറ്റ്സ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ഗവൺമെൻറ് എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ, തലപ്പത്തുള്ളൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്. ഈ കേന്ദ്ര ഗവൺമെൻറ്റും അതിന് കീഴിൽ എന്ത് കാണും? സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാണും. ഓക്കെ, അല്ലെങ്കിൽ റീജിയണൽ ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്ന ചെറിയ ഗവൺമെൻറ്റുകൾ കാണും. ഇവർ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഗവൺമെൻറ്റുകളെ 2ആയിട്ട് തിരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഗവൺമെൻറ്റാണ് യൂണിറ്ററി ഗവൺമെൻറ്. യൂണിറ്ററി ഗവൺമെൻറ് ഓർത്തിരിക്കുക കേട്ടോ. എന്താ യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കേന്ദ്രം വളരെ ശക്തമായിട്ടുള്ള രാജ്യങ്ങളുള്ള ഗവൺമെൻറ്റുകളാണ് എന്ത്? യൂണിറ്ററി ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഓക്കെ, താഴെയുള്ള ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് അധികം എന്ത് കാണില്ല? വോയിസ് കാണില്ല. അവർക്കധികം അവസരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വലിയ സ്ഥാനമൊന്നും കാണില്ല. എല്ലാം തീരുമാനിക്കുന്ന ആരായിരിക്കും? യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? യൂണിറ്ററി ഗവൺമെൻറ് നമ്മൾ വിളിക്കും. സിമ്പിളായിട്ട് യൂണിറ്ററി ഗവൺമെൻറ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ ഇതൊരു യൂണിറ്ററി ഗവൺമെൻറ്റാണ്. ഫ്രാൻസ്, ജപ്പാൻ, ചൈന നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ എന്താ? ഡിക്റ്റേറ്റർഷിപ്പാണല്ലേ. നമുക്കറിയാവുന്ന പോലെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓക്കെ, അതിന് താഴെയുള്ള ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് അധികം അവസരങ്ങളൊന്നും ഇല്ല, അവിടെ അധികാരങ്ങളൊന്നും ഇല്ല. എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചൈന, അതുപോലെ തന്നെ ജപ്പാൻ, ബെൽജിയം, നോർവേ, സ്വീഡൻ, സ്പെയിൻ, ഇത്രയും ഈ രാജ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളൊക്കെയാണ് എന്ത്? യൂണിറ്ററി ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് എന്ത്? യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോം ഓഫ് ഗവൺമെൻറ് ഏതാണ്? ഫെഡറൽ ഗവൺമെൻറ്. കേട്ടുണ്ടായി, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫെഡറൽ ഗവൺമെൻറ്. അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് എന്താണ്? ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതായത് യൂണിയൻ ഗവൺമെൻറ്റിന് പവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മൾ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിന് നല്ല അധികാരം ഉണ്ടായിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ അധികാരം ആർക്കും ഉണ്ടായിരിക്കും? താഴെയുള്ള ലോക്കൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ ചെറിയ ഗവൺമെൻറ്റുകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവൺമെൻറ്, നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ്റുകൾ. ഇവർക്കെല്ലാവർക്കും ഒരേ രീതിയിൽ, 2 കൂട്ടർക്കും, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നല്ല രീതിയിൽ അധികാരമുള്ള ഭരണ സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഒരു ഫെഡറൽ സിസ്റ്റം നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫെഡറലിസം നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും. USA, അമേരിക്ക ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, റഷ്യ, ബ്രസീൽ, അർജൻറ്റീന, ഇതൊക്കെ എന്താണ്? ഒരു ഫെഡറൽ സിസ്റ്റമുള്ള ഗവൺമെൻറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ യൂണിറ്ററി ഗവൺമെൻറ്റിൽ സെൻട്രൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഫെഡറൽ ഗവൺമെൻറ്റിൽ സെൻട്രലും സ്ട്രോങ് ആയിരിക്കും. അതോടൊപ്പം തന്നെ താഴെയുള്ള ലോക്കൽ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ റീജിയണൽ ഗവൺമെൻറ്റുകളും വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫെഡറൽ ഗവൺമെൻറ്റുകൾ എപ്പോഴും നമ്മൾ കാണപ്പെടുന്നത് പൊതുവേ ജനറലിയാണ് ഞാൻ പറയുന്നത്, എല്ലാ കേസുകളിലും അങ്ങനെയല്ല. ഫെഡറൽ ഗവൺമെൻറ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന വലിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ, വലിയ വൈവിധ്യമുള്ള രാജ്യങ്ങൾ,
കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളിലായിരിക്കും ഫെഡറൽ ഗവൺമെൻറ്റുകൾ കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. USA, ഇന്ത്യ, ശരിയല്ലേ? അതുപോലെ അർജൻറ്റീന, ബ്രസീൽ, റഷ്യ. ഓക്കെ, ഇത്തരം രാജ്യങ്ങളൊക്കെ എന്താണ്? വലിയ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വലിയ ജനസംഖ്യയൊക്കെയുള്ള, വലിയ വിസ്തൃതിയൊക്കെയുള്ള രാജ്യങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഫെഡറൽ ഗവൺമെൻറ് കാണപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ എന്ത് പോരാ? ഒരു സെൻട്രൽ ഗവൺമെൻറ് മാത്രം പോരാ, പകരം എന്ത് വേണം? ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി വേണം. എങ്കിൽ മാത്രമേ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. ഓക്കെ, അപ്പോൾ യൂണിറ്ററി ഗവൺമെൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രാജ്യങ്ങൾ, മിക്കവാറും ചെറിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങൾ, അല്ലേ? ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? യൂണിറ്ററി ഗവൺമെൻറ് കാണപ്പെടുന്നത്. അതായത് മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഡെമോക്രാറ്റിക്കാണ് എന്തെന്ന് പറയാം, ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയാം, അല്ലേ? എല്ലാ അർത്ഥത്തിലും ശരിയല്ല. ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനിലും എന്താണ് ഈ പറയുന്ന പോലെ ഡെമോക്രസിയാണ്, പക്ഷേ അത് യൂണിറ്ററി ഗവൺമെൻറ്റാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എല്ലാ യൂണിറ്ററി ഗവൺമെൻറ്റും ഡെമോക്രാറ്റിക് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു എല്ലാ അധികാരങ്ങളും എവിടെയായിരിക്കും കേന്ദ്രീകരിക്കുന്നത്? ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നാഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇവിടെ കേന്ദ്രീകരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത് എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതേ സമയത്തിന് നേരെ വിപരീതമായിട്ട് ഫെഡറൽ ഗവൺമെൻറ്റിൽ എന്താ സംഭവിക്കുക? ഫെഡറൽ ഗവൺമെൻറ്റിൽ അധികാരങ്ങൾ ആർക്കിടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും? ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ റീജിയണൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഓക്കെ, ഒരുപാട് അധികാരങ്ങൾ നമുക്ക് കാണും. അതിൽ ചില അധികാരങ്ങൾ ആർക്ക് കൊടുക്കും? ഈ പറയുന്ന നാഷണൽ ഗവൺമെൻറ് കീഴിൽ കൊടുക്കും, ചില അധികാരങ്ങൾ റീജിയണൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിനെ പറയുന്ന പേരാണ് ഫെഡറൽ ഗവൺമെൻറ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്. രണ്ട് ഗവൺമെൻറ്റുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇൻഡിപെൻഡൻ്റ്ലി ആണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇൻഡിപെൻഡൻ്റ്ലി ആണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണല്ലോ? ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും ഏറ്റെടുത്ത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ വരുന്ന അധികാരങ്ങളായിരിക്കും ചിലതെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന അധികാരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൽ നാഷണൽ ഗവൺമെൻറ്റിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഫെഡറലിസം ഉള്ളൊരു രാജ്യത്ത് നമ്മളതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. അതേസമയം റീജിയണൽ ഗവൺമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെഡറേഷൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഫെഡറേഷൻ രൂപപ്പെടുന്നത്? രണ്ട് രീതിയിലാണ് ഒരു ഫെഡറേഷൻ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എങ്ങനെയാണ്? ഇൻ്റഗ്രേഷൻ വഴി. രണ്ടാമത്തെ ഡിസ്ഇൻ്റഗ്രേഷൻ വഴി. എന്താ ഇൻ്റഗ്രേഷനും ഡിസ്ഇൻ്റഗ്രേഷനും? പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ USA കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അതായത് USA, അമേരിക്കയിൽ എന്താ സംഭവിച്ചത്? ഏത് രീതിയിലാണ് ഒരു ഫെഡറേഷൻ ഉണ്ടായത്? അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഫെഡറലിസം ഉള്ളൊരു രാജ്യമാണല്ലേ, അല്ലെങ്കിൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. എങ്ങനെയാണ് അമേരിക്കയിലെ ആ ഒരു രാജ്യം ഒരു ഫെഡറലിസം ഉണ്ടായി വന്നത്? എങ്ങനെയാണ്? അതായത് ഇൻ്റഗ്രേഷൻ വഴിയാണ്. എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ വഴി അമേരിക്കയിൽ ഫെഡറലിസം ഉണ്ടായി വന്നത്? അല്ല, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായി വന്നത്? അമേരിക്ക നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 13 കോളനികളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു, അല്ലേ? ബ്രിട്ടീഷുകാരുടെ കീഴിൽ, ബ്രിട്ടൻ്റെ കീഴിൽ 13 കോളനികളായിട്ട് കിടന്ന ഒരു രാജ്യമായിരുന്നു. ഓക്കെ, അങ്ങനെ ബ്രിട്ടനുമായിട്ടൊരു സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്ക, USA അതിൽ വിജയിക്കുന്നു. ഈ 13 കോളനികളും വിജയിക്കുകയും 13 കോളനികളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇൻ്റഗ്രേഷനിലൂടെ പുതിയൊരു രാജ്യം ഉണ്ടാക്കുന്നു. അതാണെന്ത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, ഈ 13 കോളനികളും ഒത്തൊരുമിച്ചുകൊണ്ട് USA എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കുന്നു. അതിനെന്തുണ്ട്? ഒരു നാഷണൽ ഗവൺമെൻറ് ഉണ്ട്. അതിന് താഴെയായിട്ട് ഈ 13 കോളനികളിലും അതുപോലെ തന്നെ ഇതിൻ്റെ സംസ്ഥാനങ്ങളിലെല്ലാം എന്തുണ്ട്? ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്, അല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ USA ഉണ്ടായി വന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രേഷനിലൂടെയാണ്. ഒരുമിച്ച് കൊണ്ടൊരു രാജ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന ചെറിയ രാജ്യങ്ങളെല്ലാം കൂടി ഒരു പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ചപ്പോഴാണ് എന്ത്? USA ഉണ്ടായത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെല്ലാവരും കൂടി ഒരുമിക്കുകയായിരുന്നു. അതിനെയാണ് എന്ത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനിലൂടെ എന്തുണ്ടായി വരും? ഫെഡറേഷൻ, ഒരു ഫെഡറലിസം ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തത് മറ്റൊരു രീതിയാണ് ഇത് ഡിസ്ഇൻ്റഗ്രേഷൻ. ഇതിന് നേരെ വിപരീതമാണ്.
ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാലത്ത് ശക്തമായിട്ട് നിലനിന്ന ഒരു രാജ്യമായിരിക്കാം, പക്ഷെ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് ആ രാജ്യം എന്തായി, ഛിന്ന ഭിന്നമായിട്ട് പല കഷ്ണങ്ങളായി മാറി. പക്ഷേ ഇപ്പോഴും അതെന്താണ്, ഒരൊറ്റ രാജ്യമാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും എന്തായി മാറിയില്ല, അടർന്നു മാറിയില്ല. പകരം ചെറിയ രീതിയിലൊക്കെ എന്ത് ഉണ്ടായി, അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായി. പല പ്രോവിൻസസിനും അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോക്കൽ ഗവൺമെൻറ്റുകളൊക്കെ ചെറിയ തോതിൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ തുടങ്ങി. പക്ഷെ പൂർണ്ണമായിട്ടും അവർ എന്തായി മാറിയില്ല, രാജ്യം ഛിന്ന ഭിന്നമായി പോയില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയില്ല. അവർ തമ്മിൽ ഇപ്പോഴും എന്തുണ്ട്, ബന്ധമുണ്ട്. അവരിപ്പോഴും ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുണ്ടായി വരുന്ന ഫെഡറേഷനെയാണ് പറയുന്നത് എന്ത്, ഡിസിൻറ്റഗ്രേഷനിലൂടെ ഉണ്ടായി വരുന്ന ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതികളാണ്. ഇപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഏത് പറയാൻ സാധിക്കും, കാനഡയെ നമുക്ക് ഡിസിൻറ്റഗ്രേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഫെഡറലിസം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെഡറലിസത്തിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഫെഡറലിസം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഒരു ഫെഡറലിസത്തിൽ ആദ്യമായി എന്ത് കാണും? ഒരു ഫെഡറലിസത്തിൽ തീർച്ചയായും ഒരു സെൻട്രൽ ഗവൺമെൻറ് കാണും അല്ലേ, യൂണിയൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് കാണും ഫെഡറലിസത്തിലുണ്ടായിരിക്കും. അതിന് പുറമെ എന്തുണ്ടായിരിക്കും, ഒരു പ്രോവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്ന അതിൻ്റെ കീഴെയുള്ള നിരവധിയായിട്ടുള്ള പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ കാണും. ഓക്കെ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താ, ഏത് രീതിയിലുള്ള ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക, നമുക്ക് നോക്കാം. അതായത് ഇവർ തമ്മിൽ ഫെഡറലിസത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇവർ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ടല്ലേ, ഉണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഇടപാടുകളൊക്കെ നടത്താറുണ്ട്. ഓക്കെ, തിരികെയും ഇടപാടുകൾ നടത്താറില്ലേ, ഉണ്ട് അല്ലേ. ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഫെഡറലിസത്തിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇത് രണ്ട് വശത്തേക്കുമാണ്, 2 വേ കമ്മ്യൂണിക്കേഷനാണ്, 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ല. 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഫെഡറലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഫെഡറലിസത്തിൽ എന്തുണ്ടായിരിക്കും, ജനങ്ങളുണ്ടായിരിക്കും അല്ലേ, ഒരു രാജ്യത്ത് ജനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ജനങ്ങളുമായിട്ട് ഏത് രീതിയിലായിരിക്കും ഇവർക്ക് ബന്ധം ഉണ്ടായിരിക്കുക, ഏത് രീതിയിലായിരിക്കും ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൽ ബന്ധം ഉണ്ടായിരിക്കുക, അതൊന്ന് നോക്കാം. ജനങ്ങളുമായി തീർച്ചയായും സെൻട്രൽ ഗവൺമെൻറ്റിന് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അധികാരമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനും പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അത് തന്നെയല്ല, ഇവർക്കിടയിൽ അധികാരങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ഏതാണ്, യൂണിറ്റേറിയനിസം അല്ലെങ്കിൽ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്തുണ്ടായിരിക്കും, തീർച്ചയായും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതിന് താഴെ എന്തുണ്ടായിരിക്കും, പല പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലായിരിക്കും, ഇവിടെ ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ, ഇല്ല. പകരം എന്താണ് നടക്കുന്നത്, ഇവിടെ ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ആജ്ഞാപിക്കുന്ന രീതിയിലുള്ള ഒരു ഫോം ഓഫ് ഗവൺമെൻറ്റാണ് എന്ത്, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ തിരിച്ച്, അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എന്തില്ല, വലിയ രീതിയിലുള്ള അധികാരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഏത് രീതിയിലായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റാണ് നേരിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളും ബന്ധപ്പെടുന്നുണ്ട് കേട്ടോ, പക്ഷേ വലിയ രീതിയിലൊന്നും ബന്ധപ്പെടുന്നില്ല. പകരം എല്ലാ അധികാരങ്ങളും എവിടെയാണ്, ഈ പറയുന്ന പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുകളുടെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ഫെഡറലിസത്തിൻ്റെയും യൂണിറ്റേറിയനിസത്തിൻ്റെയും മെക്കാനിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലും അല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മറ്റൊരു കാര്യം കൂടി നോക്കാം. ഇപ്പോൾ ഫെഡറലിസത്തിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞ, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു
റീജിയണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ടല്ലേ. ഓക്കെ, ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാര്യം, യൂണിറ്റേറിയനിസത്തിൽ എങ്ങനെയാണ്? അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഏത് രീതിയിലാണ് ബന്ധം പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലേക്ക് ഒരു ഓർഡർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു അധികാരം എന്നുള്ള നിലയിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഞാനിവിടെ ഈ രീതിയിൽ രണ്ട് രീതിയിലാണ് ഇവിടെ ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫെഡറലിസത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും രണ്ട് ഗവൺമെൻറ്റുകളും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ പവർ ആയിരിക്കും. ഓക്കെ, രണ്ട് ഗവൺമെൻറ്റുകൾക്കും എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പവർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നേരെ എതിരായിട്ട് യൂണിറ്റേറിയനിസത്തിൽ അല്ലെങ്കിൽ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും വലിയ പവർ. ഓക്കെ, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത്ര പവർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ നിങ്ങൾ ഈ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും ലോകത്തിൽ ഏതൊക്കെയാണ് ഫെഡറൽ സ്റ്റേറ്റ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ യൂണിറ്ററി സ്റ്റേറ്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെഡറൽ സ്റ്റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളല്ല, നമ്മുടെ റഷ്യ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീൽ, അർജൻറ്റീന, അതുപോലെ തന്നെ ഒട്ടുമിക്ക നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും, അതായത് USA, കാനഡ, മെക്സിക്കോ തുടങ്ങിയ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം എന്താണ്, ഫെഡറൽ സ്റ്റേറ്റാണ്. ഓക്കെ, അതേസമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും എന്താണ്, യൂണിറ്ററി സ്റ്റേറ്റാണ്. ഓക്കെ, യൂണിറ്ററി സ്റ്റേറ്റാണ്. അതുപോലെ തന്നെ ചൈന യൂണിറ്ററി സ്റ്റേറ്റാണ്. ഓക്കെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതെല്ലാം എന്താണ്, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഈ മാപ്പിലൂടെ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളാണ് യൂണിറ്ററി സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഫെഡറൽ സ്റ്റേറ്റും പരന്ന് കിടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. എന്താണ്, ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെയും യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെയും ഡിഫറൻസ് എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്താണ് ഫെഡറലിസത്തിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ഒന്നാമത്തെ ഫീച്ചർ എന്താണ് ഡ്യുവൽ ഗവൺമെൻറ് ആയിരിക്കും. രണ്ട് ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ, ഡ്യുവൽ ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിറ്ററി ഗവൺമെൻറ്റുകളിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഒരു സിംഗിൾ ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരു നാഷണൽ ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ടായിരിക്കും, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ആ കേന്ദ്ര ഗവൺമെൻറ്റുകളാണ് ബാക്കിയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം അധികാരങ്ങൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇതാണെന്ത് യൂണിറ്ററി ഗവൺമെൻറ്റും ഫെഡറൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഒരു എഴുതപ്പെട്ട ഭരണഘടന എവിടെ ഉണ്ടായിരിക്കും, ഫെഡറൽ ഗവൺമെൻറ്റിലുണ്ടായിരിക്കും. എഴുതപ്പെട്ടതായിരിക്കണം. എഴുതപ്പെടാത്ത ഒരു ഭരണഘടനയുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ഒരു ഫെഡറൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫെഡറലിസം അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അതേസമയം യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്തായിരിക്കും, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ എന്തായിരിക്കും സംഭവിക്കുക, അത് ഒന്നെങ്കിൽ റിട്ടേൺ ആയിരിക്കാം അല്ലെങ്കിൽ അൺറിട്ടേൺ ആയിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ എന്താണ്, ഈ പറയുന്ന പോലെ അൺറിട്ടേൺ ആണ്, എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അപ്പോൾ അവിടെ അത് ബാധകമുള്ള കാര്യമല്ല. എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള ഭരണഘടനയായിരിക്കുക ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്, ഈ പറയുന്ന യൂണിറ്ററി ഗവൺമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ ഫെഡറൽ ഗവൺമെൻറ്റിൽ എന്തായാലും നിർബന്ധമായും ഏത് രീതിയിലുള്ള ഭരണഘടന വേണം, എഴുതപ്പെട്ട ഭരണഘടന തന്നെ വേണം, ലൈക്ക് ഇന്ത്യ. ഓക്കെ, ഇതിന് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്. അതായത് അധികാര വിഭജനം ആർക്കിടയിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ചില പ്രത്യേക വകുപ്പുകളിൽ കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റുകൾക്ക് ചില വകുപ്പുകളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് മസ്റ്റാണ്, അതില്ലാതെ പറ്റില്ല. ഓക്കെ, ഇതാണ്
എന്ത് പറയുന്നത്, ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫെഡറൽ ഗവൺമെൻറ് യുണീക്ക് ഫീച്ചർ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഡിവിഷൻ ഓഫ് പവറാണ്. ഓക്കെ, ഡിവിഷൻ ഓഫ് പവേഴ്സാണ് ഒരു ഫെഡറൽ ഗവൺമെൻറ് യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരു പക്ഷേ നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. പക്ഷേ എന്തായാലും ഉണ്ടായിരിക്കേണ്ടത് ഏതാണ്? ഡിവിഷൻ ഓഫ് പവേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇല്ല. കാരണം എല്ലാ അധികാരങ്ങളും ആരുടെ കീഴിലാണ്? സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിൽ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് നമുക്ക് വലിയ രീതിയിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, അടുത്തത് സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ വലിയൊരു എന്തുണ്ടായിരിക്കണം? ഭരണഘടനയുടെ ഒരു അപ്രമാദിത്യം ഉണ്ടായിരിക്കണം, സൂപ്രമസി ഉണ്ടായിരിക്കണം. അതായത് എന്താ സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഭരണഘടനയ്ക്ക് മേൽ മറ്റൊരു നിയമം ഉണ്ടാകാൻ പാടില്ല ആ രാജ്യത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലേ, നിരവധിയായിട്ടുള്ള നിയമങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള നിയമപുസ്തകങ്ങളുണ്ട്. മതപരമായിട്ടും ജാതിയുടെ അടിസ്ഥാനത്തിലും ട്രൈബൽസിൻ്റെ ഇടയ്ക്കും പല രീതിയിൽ, ട്രൈബ്സിൻ്റെ ഇടയ്ക്കൊക്കെ എന്തുണ്ട്? പല രീതിയിലുള്ള ലോ ഉണ്ട്, അല്ലെങ്കിൽ നിയമങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വലിയ രീതിയിലുള്ള ട്രൈബ്സ് ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഇപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ എന്തുണ്ട്? അവരുടേതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഓരോ രാജ്യങ്ങൾക്കും, ഓരോ പ്രിൻസിലി സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്. തിരുവിതാംകൂറിന് അതിൻ്റേതായിട്ടുള്ള ഭരണഘടന ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് അല്ലേ? മൈസൂരിന് അതിൻ്റേതായിട്ടുള്ള മറ്റൊരു ഭരണഘടനയുണ്ട്. അതുപോലെ തന്നെ പല മതങ്ങളുണ്ട്, മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നിയമപുസ്തകങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരൊറ്റ നിയമം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതിനപ്പുറത്തേക്ക് മറ്റൊരു നിയമം ഉണ്ടാവുകയില്ല. അതാണ് എന്ത്? സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മസ്റ്റാണ്. ഇവിടെ ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൽ അത് മസ്റ്റാണ്. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആയിരിക്കാം, അല്ലെങ്കിൽ സുപ്രീം അല്ലാതായിരിക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അതായത് സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മസ്റ്റല്ല എന്നുള്ളതാണ്. ആവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമില്ല, യൂണിറ്ററി ഗവൺമെൻറ്റിൽ പ്രശ്നമില്ല. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ്, ഒരു രാഷ്ട്രമാണ് എന്ത്? ഈ പറയുന്ന ജപ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ബ്രിട്ടനിലെ അവസ്ഥ എന്താ? ബ്രിട്ടനിൽ ആരാണ് സുപ്രീം? കോൺസ്റ്റിറ്റ്യൂഷനാണോ? അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിൽ ആരാണ് സുപ്രീമായിട്ട് നിൽക്കുന്നത്? റോയൽ കിങ് ആണ്, അല്ലെങ്കിൽ ക്വീൻ ആണല്ലേ? ശരിയല്ലേ? അവിടുത്തെ രാജകുടുംബമാണ്. ഓക്കെ, റോയൽ പാലസിനാണ് ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളത്. അതിനുശേഷം മാത്രമേ അവിടെ എന്ത് വരുന്നുള്ളൂ? ഈ പറയുന്ന ഡെമോക്രസിയും അവരുടെ പാർലമെൻറ്റും ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെ വരുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതിന് ശേഷം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? റിജിഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കട്ടിയുള്ളത്, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റാത്തത് എന്നൊരു അർത്ഥമാണ് റിജിഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ? അതായത് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിയാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്ത്? ഈ പറയുന്ന ഫെഡറൽ ഗവൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ ഫെഡറലിസത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വലിയ രീതിയിലൊന്നും മാറ്റം വരുത്താൻ കഴിയരുത്, അല്ലെങ്കിൽ ആ ഒരു ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റ് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞാലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ റിജിഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്തായിരിക്കാം? കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നെങ്കിൽ റിജിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കാം. ഓക്കെ, ഫ്രാൻസിലൊക്കെ നല്ല റിജിഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ബ്രിട്ടനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? അത്ര റിജിഡായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് കാണാൻ സാധിക്കും. അടുത്തത് ലാസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. എന്താ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിന് 3 ഫോമാണ്, അല്ലെങ്കിൽ 3 പാർട്സ് ആണല്ലോ അല്ലേ? 3 ഭാഗങ്ങളുണ്ട് ഒരു ഗവൺമെൻറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏതൊക്കെയാണ്? ഒന്ന് ലെജിസ്ലേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. മറ്റേതാണ് എക്സിക്യൂട്ടീവ്. എന്താ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയും അല്ലേ? മൂന്നാമത്തേത് ജുഡീഷ്യറി. അപ്പോൾ ഇവർ 3 പേരും സെപ്പറേറ്റായിട്ട് നിൽക്കണമെന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയുന്നത് അല്ലേ? പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ അങ്ങനെയാണ്, ആ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആയിരിക്കണം. അതായത് ജുഡീഷ്യറി എന്ന് വെച്ചാൽ എന്താ? നീതി നിർവഹണ വിഭാഗം അല്ലേ? നമ്മുടെ കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഉൾപ്പെടുന്ന വിഭാഗം. അവരെന്തായിരിക്കണം? മറ്റുള്ള 2 ഓർഗൻസിൽ നിന്നും, ഏതിൽ നിന്നും? ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും കൃത്യമായി ഡിവൈഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അവരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അവർ ജുഡീഷ്യറിയെ വലിയ രീതിയിൽ നിന്ന് അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ജുഡീഷ്യറിയുടെ അധികാരങ്ങളൊന്നും കൈകടത്താൻ പാടില്ല, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ നിയമനത്തിലും കൈകടത്താൻ പാടില്ല. ഓക്കെ, എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഫെഡറലിസത്തിൽ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ആയിരിക്കണം, സ്വതന്ത്രമായിട്ടുള്ളൊരു ജുഡീഷ്യറി ആയിരിക്കണം എന്നുള്ളതാണ്. പകരം യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്തായിരിക്കാം?
ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിലും പ്രശ്നമൊന്നുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം ഫെഡറൽ ഗവൺമെൻറ്റും യൂണിറ്ററി ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, then അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഇന്ത്യൻ ഫെഡറലിസം. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഫെഡറലിസത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഫെഡറലിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഏത് രീതിയിലാണ് ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 എന്താ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്താ? കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ എന്ത് പറയുന്നില്ല, ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്ന് പറയുന്നില്ല. ഉണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ് അതിന് പകരമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്നുള്ള കാര്യം ഭരണഘടനയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തായിട്ട് എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? കനേഡിയൻ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ മാതൃകയിലാണ്. ഓക്കെ, അല്ലാതെ അമേരിക്കൻ മോഡലല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതായത് അമേരിക്കൻ മോഡൽ സിസ്റ്റവും അതുപോലെ തന്നെ കനേഡിയൻ മോഡൽ സിസ്റ്റവും രണ്ടും രണ്ടാണ്. ഓക്കെ, തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ മോഡൽ സിസ്റ്റം അല്ല ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്, പകരം എന്താണ്? കനേഡിയൻ മോഡൽ സിസ്റ്റമാണ് എന്നുള്ള കാര്യം മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എന്താ ഈ കനേഡിയൻ മോഡൽ സിസ്റ്റം അമേരിക്കൻ മോഡൽ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? കനേഡിയൻ മോഡൽ അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ കുറേ കൂടി എന്താണ്? സെൻട്രലൈസ്ഡ് ആണ് അല്ലേ. ഈ അമേരിക്കൻ മോഡൽ എന്ന് പറയുന്നത് സെൻട്രൽ ഭയങ്കര വീക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഒരേ അധികാരങ്ങളാണ് ഇവിടെ ഉണ്ടാവുക, അമേരിക്കൻ മോഡലിലുണ്ടാവുക, അല്ലെങ്കിൽ USA അങ്ങനെയാണ് ഉണ്ടാവുക. അതേ സമയം കനേഡിയൻ മോഡൽ എങ്ങനെയാണ്? കനേഡിയൻ മോഡലിൽ സെൻട്രൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, ലൈക്ക് ഇന്ത്യ. ഇന്ത്യയും അതേ രീതിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് കനേഡിയൻ മോഡൽ സിസ്റ്റത്തിൽ എന്താണ് ഉണ്ടാവുക? സെൻട്രൽ ഭയങ്കര സ്ട്രോങ് ആണല്ലേ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളെക്കാളും സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യയുടെ ഫെഡറലിസം ഏത് രീതിയിലാണ് ഉരുത്തിരിഞ്ഞുണ്ടായി വന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അതിനു മുമ്പായി നമ്മൾ നോക്കുന്ന സമയത്ത് പിടികിട്ടും ഇന്ത്യയിൽ കൊളോണിയൽ ഭരണകാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഫെഡറലിസം ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പകരം ഒരു യൂണിറ്ററി സിസ്റ്റം ആയിരുന്നു അല്ലേ. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റാണ് ഉണ്ടാവുക, ബ്രിട്ടൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും അല്ലേ. ബാക്കി പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളൊന്നും പറയാൻ സാധിക്കില്ല, പലയിടത്തും പല രീതിയാണ് ഉണ്ടായിരിക്കുക, അവർക്കൊന്നും അധിക അധികാരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊരു യൂണിറ്ററി സിസ്റ്റം ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഫെഡറലിസം രൂപപ്പെട്ടു വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളിലൂടെയാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊളോണിയൽ ഭരണകാലത്തുള്ള ബ്രിട്ടൻ്റെ നിയമങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നത്? ഈ പറയുന്ന ഫെഡറലിസം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിൽ ഏത് നിയമപ്രകാരമാണ് കൊണ്ടുവന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ സ്കീം വരികയാണ്. ഓക്കെ, ഫെഡറലിസത്തിൻ്റെ ചില നേച്ചേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതൊരു ഫെഡറലിസം ഒന്നും വിളിക്കാൻ കഴിയില്ല, പക്ഷേ ഫെഡറലിസത്തിൻ്റെ ചില ഫീച്ചേഴ്സ് ഇന്ത്യൻ പൊളിറ്റിയിലേക്ക്, ഇന്ത്യൻ ഭരണവ്യവസ്ഥയിലേക്ക് കടന്നു വരികയാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റോടുകൂടി. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഉള്ള ലെജിസ്ലേച്ചർ, അതിനെ നമ്മൾ ഫെഡറൽ ലെജിസ്ലേച്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇന്നത്തെ പാർലമെൻറ്റ് തന്നെ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പാർലമെൻ്റ് ഉണ്ടല്ലോ, കേന്ദ്ര പാർലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അന്നത്തെ കേന്ദ്ര പാർലമെൻറ്റിന് വിളിച്ചിരുന്ന പേരാണ് ഫെഡറൽ ലെജിസ്ലേച്ചർ.
ഫെഡറൽ ലെജിസ്ലേച്ചർ. ഈ ഫെഡറൽ ലെജിസ്ലേച്ചർ പ്രധാനമായിട്ടും 2 ഹൗസാണ് ഉണ്ടായിരിക്കുക. ഇന്നത്തെ പോലെ തന്നെ 2 ഹൗസാണ് ഉണ്ടായിരിക്കുക. അതിൽ എന്തുണ്ടായിരിക്കും? ആദ്യം ഒരു അപ്പർ ഹൗസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഒരു ലോവർ ഹൗസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ അപ്പർ ഹൗസിനെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. അതായത് ഇന്നത്തെ രാജ്യസഭയാണ്, അതോർത്താൽ മതി. ഓക്കെ, ലോവർ ഹൗസിനെ നമ്മൾ ഫെഡറൽ അസംബ്ലി എന്നാണ് നമ്മൾ അന്ന് വിളിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.